ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പാരൻസ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾ ഒരിക്കലും തിരഞ്ഞെടുക്കുന്നതല്ല അവരുടെ പാരൻസിനെയും ബന്ധുമിത്രാദികളെയും. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് മോശമായ ഒരു പെരുമാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂൾ ശരിയല്ലെങ്കിൽ, ഇതെല്ലാം നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റും. എന്തിന്? ഒരു വീട്, നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതുപോലും നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. എന്നാൽ ഒരു കുഞ്ഞിന് നല്ല പാരൻസിനെ, നല്ലൊരു അച്ഛനെയും അമ്മയെയും ലഭിച്ചിട്ടില്ലെങ്കിൽ പാരൻസിനെ ആർക്കെങ്കിലും മാറ്റാൻ കഴിയുമോ? അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടുമോ? ജീവിതത്തിൽ ആ പാരൻസിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള സ്നേഹവും സംരക്ഷണവും കരുതലും നമ്മുടെ ഓരോ വളർച്ചയുടെ കാലഘട്ടത്തിലും ചെയ്തു തരേണ്ട പല കാര്യങ്ങളും അവരുടെ കയ്യിൽ നിന്നും ലഭിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികവുമായിട്ടുള്ള വളരെയധികം പ്രശ്നങ്ങളുണ്ടെന്നത് ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചിട്ട് മുമ്പത്തേക്കാൾ കൂടുതൽ ധാരണയുണ്ട്. ഒരു കുഞ്ഞിന് അമ്മ ശരിയായിട്ടുള്ള മുലപ്പാൽ കൊടുത്തിട്ടില്ലെങ്കിൽ, കുഞ്ഞുനാൾ തന്നെ ആ കുട്ടിയോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ആ കുഞ്ഞിൻ്റെ പിന്നീടുള്ള മാനസികമായിട്ടുള്ള വളർച്ചയെ ബാധിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം മാത്രമല്ല, നമുക്കും ഇന്ന് അതറിയാം. അച്ഛനും അമ്മയും ആകുന്നതിന് മുമ്പ് അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ശേഷിയുണ്ടോ, അതായത് പണപരമായിട്ടുള്ള ശേഷിയെ കുറിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, മാനസികമായിട്ടുള്ള ശേഷി ഉണ്ടോ എന്നുള്ളതിന് വേണ്ടുന്ന കൗൺസിലിംഗ് കൊടുക്കണമെന്നാണ്. അത് ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് തന്നെ, അത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെയധികം കുട്ടികൾക്ക് നല്ലൊരു പാരന്റിങ് ലഭിക്കാത്തതുകൊണ്ട് വളരെ ദുരിതങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മനുഷ്യനുണ്ടായിട്ടുള്ള കാലഘട്ടം മുതൽ തന്നെ മനുഷ്യ സമൂഹത്തിൽ മാത്രമായിരിക്കും ഓർഫനേജുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കുക. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓർഫനേജുകൾ ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിക്കുകയും കുട്ടികൾ അവിടെ നിറയുകയും അതുപോലെ തന്നെ മാനസിക പ്രശ്നമുള്ള വളരെയധികം കുഞ്ഞുങ്ങളെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ തന്നെയാണത്. ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു, ഒരു സ്ത്രീ അമ്മയാകുന്നതിന് മുമ്പ്, ഒരു പുരുഷൻ അച്ഛനാകുന്നതിന് മുമ്പ് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരിക്കണം. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവൻ തന്നെ സ്വയം തിരഞ്ഞെടുക്കുന്നതായിരിക്കണം. അവനും അവളും അതിന്, ഞാനൊരു അമ്മയാകുന്നതിന്, ഞാനൊരു അച്ഛനാകുന്നതിന് പാകമായിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ അച്ഛനും അമ്മയും ആകാവൂ.